അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പം ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിസണിങ് മൊഡ്യൂളിൻ്റെ ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയായിരുന്നു, അതിനെ നമുക്ക് എങ്ങനെ ഇംപ്രവൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പുതിയ കുട്ടികൾ, അതായത് OET റിലേറ്റഡ് ആയിട്ട് വലിയൊരു നോളജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചുരുക്കി അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞുതരാം. ആൻഡ് ഇപ്പോൾ OETനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്തൊന്ന് റെഫർ ചെയ്യാം. ഞാൻ എന്തായാലും വിശദീകരിച്ച് ഇങ്ങനെ പോകുന്നില്ല, ഷോർട്ടാക്കി പറയാം. OET എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. മുന്നേ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന IELTS ആയിരുന്നു, കുറഞ്ഞ റേറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ബട്ട് പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി കുറച്ചും കൂടെ എളുപ്പം OET ആണ്. ഫോർ മെഡിക്കലി ഉള്ള ആൾക്കാർക്കെല്ലാം കുറച്ചും കൂടെ എളുപ്പം OET ആണെന്ന് മനസ്സിലായപ്പോഴാണ് OETയിലേക്ക് മാറുന്നത്. ഇപ്പോൾ പൊതുവെ വൈഡ് റേഞ്ച് ആയിട്ട് OET IELTS ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OET ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് 4 മൊഡ്യൂൾസ് ആണുള്ളത്. IELTS പോലെ തന്നെയാണ്. ഫസ്റ്റ് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, 4 മൊഡ്യൂൾസ്. അതിൽ തന്നെ ലിസണിങ് എടുത്തു കഴിഞ്ഞാൽ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലിസണിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ A പാർട്ട് എങ്ങനെയാണ്, ABC പാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അതിൽ A പാർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിയോ കേൾക്കുന്നുണ്ടാവും. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇങ്ങനെ കുറേ വിട്ട് കുറേ ഇത് കൊടുത്തിട്ടുണ്ടാവും. അവർ പറയുന്ന അതേ സെൻറ്റൻസ് നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ പേജിലുണ്ടാവും. അതിൽ ചില ഭാഗങ്ങൾ മാത്രം വിട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നൊക്കെ പറയണ പോലെ ഈ പോഡ്കാസ്റ്റ് ഇതിലിങ്ങനെ പോകുമ്പോൾ അത് നമ്മൾ കേട്ടുകൊണ്ട് ഇല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ എഴുതണം. അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല, കറക്റ്റ് വേർഡ് ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യുന്നതും. ആൻഡ് ഇപ്പോൾ 1, 2, 3, 4 എണ്ണമൊക്കെ അടുപ്പിച്ച് ബ്ലാങ്ക്സ് വരും. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരിക്കലും കോൺസെൻട്രേഷൻ പോകരുത്, അത് കൂടാതെ നമ്മളത് എഴുതാൻ വേണം. അങ്ങനെയാണ് ലിസണിങ്ങിൻ്റെ A പാർട്ടൊക്കെ പോണത്. B പാർട്ട് വേറൊരു ഓഡിയോ കേൾപ്പിക്കും, അതിൽ നിന്ന് റൈറ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതുക, 3 ഓപ്ഷൻസ് ഉണ്ടാവും, അങ്ങനെ പോകും. C പാർട്ട് ഇതുപോലെ ഒരു ഇത് കേൾപ്പിക്കുന്നുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് എഴുതുക. ആ രീതിയിലാണ് ABC പാർട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് അധികം ആൾക്കാർക്കുള്ള സാധനം A പാർട്ടാണ്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പല കുട്ടികളും കംപ്ലൈൻറ്റ് പറഞ്ഞതും ആ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ എന്താണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി, ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ആദ്യം ഈ കോളേജിൽ ചേർന്നപ്പോഴേ, കോഴ്സിന് ചേർന്നപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ദൈവമേ എനിക്കിത് പറ്റുണ്ടാവില്ല, എനിക്കിത് നടക്കൂല, എല്ലാവരും പറയുന്ന പോലെ ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്കിത് റെഡി ആവില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കി, ഞാൻ തന്നെ ഇത് ട്രൈ ഔട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താലേ കാര്യമുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഇത് കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ച് ട്രൈ ചെയ്തു. അപ്പോൾ എന്നോട് സാറുമാരും അവിടെയുള്ള ആൾക്കാരും എല്ലാവരും പറഞ്ഞാൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നുള്ളതായിരുന്നു. പോഡ്കാസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമേ അല്ല, എനിക്കത് തീരെ ഇഷ്ടമല്ല കേൾക്കാൻ. അപ്പോൾ പയ്യെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാൻ മെഡിക്കലിയുള്ള സീരീസ് കാണാൻ തുടങ്ങി. മെയിൻലി ദ ഗുഡ് ഡോക്ടർ, ഗ്രേസ് അനാറ്റമി, ഇങ്ങനത്തെ സീരീസ് കാണാൻ തുടങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തല്ലേ ഇത്ര വലിയ ബിഗ് ഡിഫറൻസ് എന്താ വരാനുള്ളതെന്ന്. ബട്ട് ഹോണസ്റ്റ്ലി ഞാൻ ഈ ഗുഡ് ഡോക്ടറൊക്കെ കണ്ടു തുടങ്ങിയപ്പം അവർ യൂസ് ചെയ്യുന്ന വൊക്കാബ്സ്, അവർ മെഡിക്കലി യൂസ് ചെയ്യുന്ന ടേംസ്, അവരെങ്ങനെയാണ് പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഈ കോൺവെർസേഷൻസ് തന്നെയാണ് വേറൊരു രീതിയിൽ നമുക്ക് ലിസണിങ്ങിന് ഓഡിയോ ആയിട്ട് കേൾപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രാവശ്യം ഒരു 1 വീക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഈ ഒരു സീരീസ് നിങ്ങൾ കാണാൻ റെഡി ആണെങ്കിൽ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ലിസണിങ്ങിൽ അതൊരു ബിഗ് ഡിഫറൻസ് ആയിരിക്കും. നിങ്ങളുടെ സ്കോർ കാർഡിൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലിസണിങ് കേട്ടോണ്ടിരുന്ന ടൈമിൽ ഇത് കേൾക്കുന്നതിന് മുന്നേ, അതായത് ഞാൻ ഈ സീരീസ് കാണുന്നതിന് മുന്നേ ഞാൻ ലിസണിങ്ങിൻ്റെ സ്കോർ കാർഡ് എടുത്ത 5, 10 ആ റേഞ്ചിലായിരുന്നു എൻ്റെ മാർക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ലിസണിങ്ങിൻ്റെ മാർക്ക്, ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലിസണിങ്ങിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 15-ന് മുകളിലോട്ടാണ്, 20, 21 ആ റേഞ്ചിൽ മാർക്ക് കയറി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം എനിക്ക് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളത്. പിന്നെ ലാസ്റ്റിലേക്ക് ആയപ്പോൾ എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പറയാം, അപ്പം ഞാൻ ചെയ്ത വിധം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു 1 വീക്ക് ഫസ്റ്റ് സീസൺ ഞാനിത് യൂസ് ചെയ്ത് കാണും. ഫസ്റ്റ് സീസൺ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പിന്നെ എൻഗേജ്ഡ് ആയി, പിന്നെ ലിസണിങ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇതവിടെ വിടും. അത് കഴിഞ്ഞ് അടുത്തൊരു 1 വീക്ക് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതേ സീരീസ് റിവൈസ് ചെയ്ത് കാണും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫെമിലിയർ ഉണ്ടാവും, ആ പറയുന്ന സീൻസ്, അവരുടെ കോൺവെർസേഷൻസ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മുന്നേ കണ്ടപ്പോൾ മനസ്സിലാവാത്ത പല വേർഡ്സും നമ്മൾ 2ാമത്തെ വട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക, ഫസ്റ്റൊക്കെ നിങ്ങൾ കാണുമ്പോൾ സബ് ടൈറ്റിൽ ഇട്ടിട്ട് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ആ സബ് ടൈറ്റിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് വേണം ആ സീരീസ് കാണാൻ. എങ്കിലും ഞാൻ പറഞ്ഞ ട്രിക്സ്
നിങ്ങൾക്ക് വർക്ക് ആവുള്ളൂ. ആൻഡ് സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവീസ് കാണുക, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കാണുക, അതും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മൂവീസ്, ഈ പറഞ്ഞ ഗുഡ് ഡോക്ടർ, ഗ്രേസ് അനാട്ടമി പോലത്തെ സീരീസ്, അതേപോലെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ഇട്ടാണെങ്കിൽ പോഡ്കാസ്റ്റ് കാണാം. ആൻഡ് ഇതൊന്നും കൂടാതെ നിങ്ങൾ ഈ റെഡ് കാർപ്പറ്റ് പോലത്തെ ഈ എന്താ പറയുക ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ പ്രിയങ്ക ചോപ്രയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തൊന്ന് ജസ്റ്റ് കണ്ടുനോക്ക്. ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ സ്പീക്കിങ്ങിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പീക്കിംഗ്. സോ ഞാൻ ഈ പറഞ്ഞ ട്രിക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. ആൻഡ് വേറെ എന്തിനാണ് നിങ്ങൾക്ക് ടിപ്സ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും കൂടി ഫർദറായിട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഇതിൽ എന്തായാലും വേണം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾ എന്നെ അറിയിച്ചാലേ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.